ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമൻ പായസമാണ് മക്കളെ. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് അടപ്രഥമൻ എടുത്തു. പിന്നെ ഒരു 1.5 പാക്കറ്റ് അര പാക്കറ്റ് പാലുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പാൽ ഇറത്തിയിരുന്നു. ഒരു ഗ്ലാസ്സൊക്കെ ഒരു പിന്നെ എന്ന് വെച്ചാൽ അപ്പം നമ്മളതിൻ്റെ മിക്സൊക്കെ ഇട്ടതിൽ എല്ലാതും ഷുഗറുണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അടപ്രഥമമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ചയല്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പായസമൊക്കെ ഇങ്ങനെ കുടിക്കാനുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. വീട്ടിലുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, പുറത്ത് പോയാലാണ്. അപ്പം നമ്മൾ കോഴികളാട്ടാൻ പോയതാണ് മക്കളെ. ഇന്നലെ ഇപ്പോൾ ചെടിയൊക്കെ കറ്ററവായൊക്കെ താഴത്ത് വീണ് ചെടിച്ചട്ടിയോട് കൂടെ വീണിട്ട് ഒക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ കുറേ കോഴികളുണ്ട് ഞങ്ങൾ അയൽവാസിയിൽ. അപ്പോൾ ഒറ്റങ്ങളൊക്കെ അങ്ങോട്ട് കാക്കക്ക് തിന്നാട്ട് കൊടുക്കുമ്പോൾ പോലും വരും. അല്ലാതെ തന്നെ പ്രശ്നങ്ങളാണ് ഇവിടെ. ചെടിയൊക്കെയും 10 മണി ചെടിയൊക്കെയും കൊത്തി തിന്ന് മക്കളെ എന്നിട്ട്. അപ്പോൾ അത് പോയേക്കാൻ പോയതാണ്. അപ്പോൾ നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട് നമ്മൾ അടപ്രഥമൻ പായസം. അപ്പോൾ സിമ്മിലാക്കി വെച്ച് കൊണ്ടുപോകും. പായസം നല്ല കുറുകി വെന്ത് വരട്ടെ. പാലും ഒക്കെ പാർന്ന് ഇതിൻ്റെ കളർ ഇങ്ങനത്തേന് കേട്ടോ. കുറച്ച് പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്യേണ്ടിയിരുന്നു തോന്നുന്നു. അത് കിടന്ന് നല്ലോണം തിളക്കട്ടെ. പാലാണ് കിടന്ന് തിളക്കണത്. പിന്നെ അങ്ങനെ എല്ലാം കൂടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുതിർത്തണം എന്നൊക്കെയല്ല, അതിൽ ഷുഗറും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഒരു ഏലക്കായ അതിൽ മിക്സഡ് ഉണ്ടോയെന്ന് അറിയില്ല. ഇത് മിക്സഡാണ്, അടപ്രഥമൻ മിക്സഡാണ് കേട്ടോ. അപ്പം നമ്മൾ 2 ഏലക്കായ നമുക്കിതിൽ പൊട്ടിച്ച് ഇട്ട് കൊടുക്കണ്ടേ. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഇതൊരു പാക്കറ്റാണ് കേട്ടോ ഇട്ടിക്കണത്. ഇനിയിപ്പോൾ അത് പൊട്ടിച്ച് വെച്ചാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കലുണ്ടാവില്ല. ഉണ്ടാക്കുമ്പോൾ അതാണ് ഉണ്ടാക്കിയാൽ രണ്ട് ഏലക്കായയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാഷ്നട്ട് ഒന്നുമില്ല. മമ്മ മുന്തിരി എവിടെ? മമ്മ ഉണക്കിയ മുന്തിരി നിങ്ങളെവിടെ കൊണ്ടുവച്ചിക്കണേ? അതുകൊണ്ട് കൊണ്ടു തരുമോ? അപ്പം പായസം തയ്യാറായി കഴിഞ്ഞു മക്കളെ. എളുപ്പം വന്നു. ഇനി നമുക്ക് കുറച്ച് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാൽ. നെയ്യ് നല്ലതല്ലേ. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ക്യാഷ്യൂനട്ട് അതൊക്കെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പോയില്ല. പിന്നെ ഇത് തളിച്ച് ചെന്തി പോയിട്ട് ഞാൻ. അപ്പം നമുക്ക് ഇനി സർവിൽ പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറാൻ വെക്കട്ടെ. നല്ല വെന്തിടണം. ഒന്നും കൂടെ ഒന്ന് തിളവരട്ടെ കേട്ടോ. അപ്പം നമ്മൾ അടപ്രഥമൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വല്ലാതെ കുറുകിയ പായസം ഇഷ്ടമില്ല കേട്ടോ. കുറച്ച് ലൂസ് തിക്കിൽ വേണം. മീഡിയം നെയ്യൊക്കെ ചേർത്ത് നല്ല പായസം നിങ്ങൾക്ക് വേണം മക്കളെ. വേണമെങ്കിൽ വന്നോളി കുടിക്കാൻ. അപ്പം നമ്മളെ പാത്രത്തിൽ വെക്കുക. അപ്പോൾ നമ്മളെ പായസം റെഡിയായിട്ടോ. അപ്പോൾ ക്യാഷ്നട്ടൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെ പായസം സർവ് പ്ലേറ്റിലേക്ക് മാറ്റാം, ബൗളിലേക്ക് മാറ്റുക കേട്ടോ. ചൂടാറാൻ വയ്ക്കുക. അപ്പം നമ്മളെ അടപ്രഥമൻ കേട്ടോ മക്കളത്. നല്ല അടിപൊളി പായസം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നലെ രാത്രി നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കിയില്ലേ. ഇന്നപ്പോൾ നമ്മൾ ഒരു പായസത്തിൻ്റെ മിക്സഡ് ഇവിടെ ഉണ്ടായിരുന്നു അടപ്രഥമത്തിൻ്റെ. അപ്പം നമ്മൾ അതുണ്ടാക്കാൻ
നമുക്കൊരിഷ്ടം തോന്നി ഉണ്ടാക്കി. ഇനി നമ്മൾ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അതൊന്ന് ചൂടൊന്നാകട്ടെ. അപ്പം നമ്മൾ ക്ലാസ്സിക്ക് ഒഴിക്കട്ടോ. ഇതൊക്കെ സമ്മാനം കിട്ടിയ ക്ലാസ്സാണ്. എന്താ ഓർക്കിഡ് ഫാൻസി. അപ്പം നമ്മൾ നല്ല ചൂടാക്കി നമ്മളെ അടപ്രഥമൻ പായസം ഇവിടെ ചൂടായിട്ട് നമ്മൾ ഇളക്കിയൊന്ന് യോജിപ്പിച്ച 4 മണി കറക്റ്റ് സമയമാണ്. ഗ്ലാസ്സൊക്കെ വെച്ച് കൊടുക്കാം. ഇതൊക്കെ വേണം മക്കളെ. നമുക്കൊരു 5 മിനിറ്റും കൂടെ വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കാൻ. നമുക്ക് ഭയങ്കര ഇതാണ്. അവിടെ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കും. പുറത്ത് പോകുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഫുഡ് പുറത്തുനിന്ന് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതെല്ലാം പറ്റില്ല. ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് തന്നെ മനസ്സിന് ഭയങ്കര ഇതാണ്. അപ്പോൾ നേരത്തിന് ഭക്ഷണം അല്ലേ കഴിക്കും. 1 മണി 12:30 കഴിക്കും കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ നാച്ചുറലായിട്ടുള്ള അടപ്രഥമൻ നമ്മളത് കുടിച്ചാലോ പെണ്ണു മക്കളെ? നിങ്ങൾക്ക് വേണോ? സൂപ്പർ, വെരി ഗുഡ്, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാതും ഇവിടെ സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ടാവും. നമുക്ക് എപ്പോഴാണ് പായസം ഉണ്ടാക്കാൻ തോന്നുന്നു അപ്പം ഉണ്ടാക്കും. ബിരിയാണി അരി ആയാലും സ്റ്റോർ ചെയ്ത് വെക്കലാണ്. ഓഫർ ഉണ്ടാകുമ്പോൾ അങ്ങനെ മേടിച്ച് വെക്കുമ്പോൾ, ക്യാഷ് ഉണ്ടാകുമ്പോൾ മേടിക്കും. പിന്നെ അല്ലെങ്കിൽ അതവിടെ വെക്കും. ക്യാഷ് ഉണ്ടാകുമ്പോൾ മേടിക്കും, ഇല്ലാത്തുമ്പോൾ ഇങ്ങനെ പോകും. അപ്പോൾ എല്ലാവരും അടപ്രഥമൊക്കെ ഉണ്ടാക്കി, പാലടപ്രഥമൊക്കെ ഉണ്ടാക്കി കുടിക്കുക. നോമ്പ് വന്നാലേ നോമ്പിന് വെറൈറ്റി മോഡലുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ നോമ്പിനൊക്കെ നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇക്കൊല്ലം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡ് വരുമോയെന്നറിയില്ല. നോമ്പാപത്തിന് എത്തുമോ, നോമ്പിന് മുന്നേ കഴിയുമോയെന്നും ചികിത്സ കഴിഞ്ഞ് വരുമോയെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പായസം അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉള്ളൊക്കെ നല്ല വെയിലാണ്. സൂര്യൻ നിൽക്കണ ഞങ്ങളെ പെരട്ടിലൊക്കെ സൂര്യൻ്റെ നല്ല വെയിലാണ്. കണി ഇവിടെ അത് ഇട്ടിക്കാണ് വാതിലുമേ. ഏലക്കയുടെ കുരുട്
അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു. അസ്സലാമു അലൈക്കും. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓൾ തന്നെ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്താലുള്ളൂ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ യൂട്യൂബിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ തൊട്ട് താഴെ നമ്മളെ പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിക്കും ഇൻസ്റ്റാഗ്രാമിക്കും പോവാം. നാളെ ചൂടാണ് ഉമ്മാതെ കുറിച്ചോളി. എന്ത് വെയിലല്ലേ. പിന്നെ ഉണക്കേ നിങ്ങളല്ലാതെ വെയിലത്ത് പോവോ? അപ്പം അതൊക്കെ തന്നെ നമ്മളെ വിശേഷം. പായസമൊക്കെ കുടിച്ചു റാത്തായിട്ട് ഇവിടെ ഇരിക്കുക. കുറച്ച് പായസം കൂടെ അവിടെ ഉണ്ട്, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കണം. വല്യമ്മക്ക് ക്ലാസ് പറഞ്ഞിട്ടുണ്ടോ?